അല്ലെങ്കിൽ നിന്റെ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിനും വരാൻ സമയം കാണില്ലല്ലോ. അച്ഛൻ അറിയാലോ എന്റെ കാര്യം. തെറി പറയാൻ കാരണം നോക്കി നടക്കുന്ന ചില ഓഫീസർമാർ തലപ്പത്തുണ്ട്. എന്നെ വിട്ടേക്കച്ച. ആകാശേട്ടാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചായിരുന്നോ? അതൊക്കെ ഞാൻ കഴിച്ചു. ബാക്കി അവിടെ തന്നെ അടച്ചും വെച്ചിട്ടുണ്ട്. ആ, മോൻ മാത്രമേ റെഡി ആയിട്ട് ഇറങ്ങി വന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? എനിക്കല്പം കൃത്യനിഷ്ഠ കൂടുതൽ അങ്ങളെ. മറ്റുള്ളവരെ കാത്തുനിന്ന് ഞാൻ എന്റെ സമയം തെറ്റിക്കാറില്ല. അല്ലെങ്കിലും അമ്മായിയമ്മയെ അമ്മായിയപ്പനെയും കുറ്റം പറയുക എന്നുള്ളതാണല്ലോ ഇവനെ പോലുള്ള ന്യൂജൻ പിള്ളേരുടെ രീതി. അതിനെയാണ് പരമേശ്വര ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അല്ല, ഹേമ അശ്വതിയൊന്നും അമ്പലത്തിൽ പോകാൻ വരുന്നില്ലേ? മോളെ, നീ പോയി വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചോദിച്ചേ. ഞാനിപ്പോ ആ പരമേശ്വര, അമ്പലത്തിൽ ഇപ്പൊ റിസീവർ ഭരണമാണല്ലോ. കോർട്ട് ഓർഡർ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. അവിടെ ചെന്ന് നമുക്ക് ആദ്യം റിസീവറെ കണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആലോചിക്കണം. ദേ, എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിന്നോണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാല. ചേച്ചി, നമുക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങിയാലോ? ഏയ്, ഞാനൊന്നും വരുന്നില്ല. ഇവരിപ്പോ എന്തോ കൂടിയാലോചന നടത്താനല്ലേ പോകുന്നത്. അതിൽ എന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ കരുതിയത് എല്ലാരും കൂടി പോകുന്ന. ഇതിപ്പോ ഞാനൊരു അധികപ്പറ്റാകുമോ? ഒരധികം പറ്റൂല. ഞാൻ പോകുന്നതോ? ഈ ഉത്സവം തന്നെ ഒരു അധികപ്പറ്റാണെന്നാ മേഡം പറയുന്നത്. മേഡത്തിന്റെ വല്യച്ഛനെ ഉത്സവം നടത്തിയിട്ട് പൊട്ടിപ്പിരുത്ത് കുത്തുവാള എടുത്ത് അന്തിരാശിയായി ഇപ്പോ ജയിലിലാണെന്നാ മേഡം പറയുന്നേ. അമ്പലത്തിലേക്ക് വരുന്നില്ലേ? ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനത്തിൽ മാന്യമായ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അമ്പലമൊന്നും ആറാട്ടെന്നും പറഞ്ഞു കളയാൻ എനിക്ക് സമയമില്ല. ആ, ഈ രക്തത്തെ എനിക്ക് പങ്കില്ല. ഞാൻ പോവാ. ബാലന്റെ മൂത്ത മരുമകൻ എന്താ നിരീശ്വരവാദി വല്ലതാണോ? അയ്യോ, ശ്രേയ കടുത്ത ദൈവവിശ്വാസിയാ. പക്ഷേ വർക്ക് ഇസ് ഗോഡ്. അതാ പോളിസി. ആ, ദ്രൗപദി അമ്മ അമ്പലത്തിലേക്ക് വരാൻ സാധ്യതയില്ലല്ലോ. ഞാൻ പോയി അമ്മയെ കണ്ട് കാര്യം പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. എന്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ തന്നെ ഇല്ലേ ബാല? ഇത്തവണ തൃക്കണ്ണൂർ ഭദ്രകാളിയുടെ തിരുവുത്സവം നടന്നേ പറ്റൂ. അതിന് എന്താ വേണ്ടേന്ന് വെച്ചാ നീ പോയി ഏർപ്പാടാക്കിയിട്ട് വരൂ ബാല. എന്റെ പ്രാർത്ഥന നിനക്കൊപ്പമുണ്ട്. നീ പോ ബാല. ഇനി നീ വീട്ടിലേക്ക് വരുന്നത് മരിച്ച ശവമായിട്ടായിരിക്കും. അല്ല, ബാലൻ സ്കൂട്ടറിലല്ലേ വരുന്നേ? എനിക്ക് ഡിസ്കിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ബൈക്കിൽ കയറി ശരിയാവില്ല. എങ്കിലൊരു കാര്യം ചെയ്യും, ബാലമാമ കൂടി കാർ കയറട്ടെ. സത്യത്തില് സ്കൂട്ടറിൽ വരുന്നതായിരുന്നു സൗകര്യം. എനിക്ക് 1-2 സ്ഥലത്ത് കൂടി പോവാനുണ്ടായിരുന്നു. പക്ഷേ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഗോവിന്ദൻ ഫാം വരെ പോയിരിക്കുക. അല്ല, ഈ ഗോവിന്ദൻ സദാസമയം ബാലിന്റെ ഒപ്പം ഉണ്ടാവില്ലേ? ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞാ പോരാ, അതിനപ്പുറം ആ ഗോവിന്ദൻ. എനിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും മനസ്സുള്ളവൻ. കുട്ടിക്കാലത്ത് നീ എനിക്ക് എങ്ങനെയായിരുന്നോ അതുപോലെ ഗോവിന്ദൻ എനിക്കിപ്പോ. എനിക്കും ഗോവിന്ദന്റെ അതേ മനസ്സാ. പക്ഷേ ചാകാനല്ല, നിന്നെ കൊല്ലാനാണെന്ന് മാത്രം. ബാലചന്ദ്രൻ എന്റെ ഭക്തനല്ലേ പരമേശ്വര? എനിക്ക് അങ്ങനെ അങ്ങ് കൊല്ലാനായി
വിട്ടുതരാൻ പറ്റുമോ പരമേശ്വര? ഗോന്തമാമ്മയെ വിളിച്ച് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞാ പോരെ? നിന്ന് സമയം കളയാതെ ഇറങ്ങാൻ നോക്കാം നമുക്ക്. അങ്ങനെ ചെയ്യാം. ഓ, രക്ഷപ്പെട്ടു. ഗോവിന്ദനെത്തി. ഇനി ഞങ്ങൾ സ്കൂട്ടറിൽ വന്നോളാം. ആ, ഇത് തന്നെയാടാ ബാലചന്ദ്ര ഞാനും ആഗ്രഹിച്ചത്. നിന്റെയും നിന്റെ രക്ഷകന്റെയും മരണം ഒരുമിച്ച്. വസ്ത്രധാരിണി മഹാട്ടഹാസരൂപിണി ശ്മശാന